ക്യാൻസർ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയാൽ ഉണ്ടെന്ന് കേട്ടാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ആദിയാണ് എനിക്ക് ഇതിനകത്ത് തോന്നിയിട്ടുള്ളത്. അതിനകത്ത് ഇപ്പോൾ ഒരു മാറ്റം വരാൻ പോകുന്നത് ഇപ്പോൾ അജയ് മോഹൻ ചെയ്ത AI ഒരു സാധ്യതയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ആൾക്കാർക്ക് പേടിക്കാതെ പോയി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് അത് എത്തുമെങ്കിൽ വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ചില കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ചേച്ചി നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ മറ്റേ അച്ചുവിട്ടു കമ്പൽസറിയാണ്. നമ്മൾ സ്കൂളിൽ നൊലോളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കൊണ്ട് ഒരു കറക്കി കുത്തിവെച്ച് പോകുമായിരുന്നു. പിന്നെ അത് ഹോസ്പിറ്റലിൽ തന്നെ 30 ദിവസം കഴിയുമ്പോൾ ഒരെണ്ണം, 6 മാസം കഴിയുമ്പോൾ എന്നുള്ളതിലേക്ക് എത്തി. ഇതെല്ലാം എല്ലാവരും ചെയ്യുന്നുണ്ട്. ഈ സാധനം ചെയ്യാത്തതെന്ന് വെച്ചാൽ ഒട്ടും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നിയമം നമുക്കില്ല. ഞാൻ പറഞ്ഞ ഒരു ഹെൽത്ത് കാർഡ് ഇപ്പോൾ കോവിഡ് വന്നു, ആ കോവിഡിൻ്റെ ഇഞ്ചക്ഷൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചെയ്തു. എല്ലാവരും ഇഞ്ചക്ഷൻ എടുത്തു, സർട്ടിഫിക്കറ്റ് മേടിച്ചു, അതുകൊണ്ട് നടന്നു. അതുപോലെ ഇപ്പം ഏറ്റവും ചുരുങ്ങിയത് ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അതുപോലെ തന്നെ കോളോസ്കോപ്പി ഇതുള്ള കാര്യങ്ങളെങ്കിലും മിനിമം വലിയ ചിലവില്ലാതെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. കുറേ സ്ഥലങ്ങളിൽ ഇതെല്ലാം ഫ്രീയുമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു 1-2 സാധനമെങ്കിലും ആദ്യം ഗവൺമെൻറ് തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് മാതിരി എൻഡോസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയാൽ അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഞാനിപ്പോൾ ഒരു മലയാളിയുടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിവിടെയാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മോശമായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യണം. ഇതേ മലയാളി ദുബായിൽ ചെന്നാൽ ഏറ്റവും നന്നായി വണ്ടി ഓടിക്കുന്നത് ഇതേ മലയാളി. അപ്പം നിയമം പേടി ഉണ്ടെങ്കിൽ ഇതെല്ലാം നടക്കും. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു റൂള് അത് ഒന്ന് ഈ 2 ടെസ്റ്റ് ചെയ്താൽ അതിനൊരു എൻഡോഴ്സ്മെൻറ്റ് ആ ഒരു രീതിയിലേക്ക് എന്തെങ്കിലും നിയമം പാസ്സാക്കിയാൽ അല്ലാതെ നമ്മളെ ആൾക്കാർ ഇനിയും അടുത്തൊരു 10 വർഷവും ഇതേപോലെയൊക്കെ തന്നെ ഇച്ചോടെ അഡ്വാൻസ് ചെയ്ത് പോവുക എന്നുള്ളതല്ലാതെ ജനം തന്നെ തയ്യാറായി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല.